ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് നമ്മളങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മൾ ഒരാൾക്ക് സൈക്കിൾ വാങ്ങിച്ച് കൊടുക്കണമെന്ന്. എന്തായാലും നമുക്കിന്ന് സൈക്കിൾ വാങ്ങിച്ച് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സൈക്കിൾ കടയിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളെ വീട്ടിനടുത്തുള്ള കടയിൽ പോയി വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മുടെ സൈക്കിൾ അടിച്ചു മാറ്റാനേ കഴിയുള്ളൂ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പലരും പറഞ്ഞായിരുന്നു സൈക്കിൾ വാങ്ങാൻ. എന്തായാലും നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വണ്ടിയും എടുത്ത് നമ്മളെ വില്ലേജിലൊന്ന് പോകാം ഗൈസ്. നമുക്ക് എന്തായാലും ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇത്തിരി റിസ്ക്കുള്ള കാര്യമാണ് അടിച്ചു മാറ്റൽ. എന്തായാലും നമുക്ക് ചെയ്യണം ഗൈസ്. നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് വണ്ടി എടുക്കാം. നമ്മൾ താക്കോലൊക്കെ എടുത്തിട്ടുണ്ട്. നേരെ പോയി നമ്മുടെ വണ്ടിയും എടുത്തിട്ട് നമ്മുടെ വില്ലേജിലോട്ടങ്ങ് വെച്ച് പിടിക്കാം ഗൈസ്. നമ്മളങ്ങനെ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ചെന്നിട്ട് വേണം നല്ലൊരു സൈക്കിൾ അടിച്ച് മാറ്റാൻ. കുറേ സൈക്കിൾ അടിച്ച് മാറ്റണം ഗൈസ്. എന്നിട്ട് നമുക്ക് ഒരു സൈക്കിൾ അവനും കൊടുക്കാം, ഒരു സൈക്കിള് നമുക്ക് കുറേ മറ്റുള്ള സൈക്കിള് നമുക്ക് വിൽക്കുകയും കൂടെ ചെയ്യാം ഗൈസ്. നമ്മളങ്ങനെ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഒതുക്കി നിർത്തിയിട്ട് നമുക്ക് ജബ്ബാറിനെ വിളിച്ചിട്ട് ലോറി അങ്ങ് അറേഞ്ച് ചെയ്യാം ഗൈസ്. നമുക്ക് എന്തായാലും നമ്മുടെ ജബ്ബാറിനെ വിളിക്കാം. ഫോണൊന്ന് എടുക്കട്ടെ. നമ്മളങ്ങനെ ജബ്ബാറിനെ വിളിക്കുകയാണ്. ഹലോ ഡാ ജബ്ബാറെ, പിന്നെ ലോറിന്ന് അറേഞ്ച് ചെയ്യൂ. ഓക്കേടാ ഗൈസ്, അപ്പം നമുക്കൊരു ലോറി അറേഞ്ച് ചെയ്താന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഗൈസ്. നമ്മളങ്ങനെ അവൻ ഒരു ലോറി അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഓരോ വീട്ടിലും കയറിയിട്ട് സൈക്കിൾ തപ്പാം. നമ്മൾ ആദ്യത്തെ വീട്ടിൽ തന്നെ ഒരു സൈക്കിള് സ്റ്റെപ്പിലൊക്കെ കയറ്റി വെച്ചേക്കുന്നു ഗൈസ്. എന്താണോ എന്തോ ഈ സൈക്കിളും വേറെ സൈക്കിളൊക്കെ നമുക്ക് ലോറിയിൽ കയറ്റാം ഗൈസ്. നമ്മളങ്ങനെ എല്ലാ സൈക്കിളും അടിച്ചു മാറ്റിയിട്ടുണ്ട്. നമുക്കെന്തായാലും വണ്ടിയിൽ കയറിയിട്ട് നമ്മുടെ കോളേജിലോട്ട് പോകാം. നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കട്ടെ, ആർക്കും സംശയം തോന്നത്തില്ല. നമുക്കെന്തായാലും നമ്മളെ വണ്ടി എടുത്തുകൊണ്ട് കോളേജിലോട്ട് വെച്ച് പിടിക്കാം ഗൈസ്. നമ്മളങ്ങനെ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറവാണ് സൈക്കിള്, ബാക്കി 2 ബൈക്കുകളേ ഉള്ളൂ. ഇവിടെ കൂടുതലും പാവപ്പെട്ട കുട്ടികളാണ് പഠിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ 3 സൈക്കിളും അങ്ങ് അടിച്ചു മാറ്റിയേക്കാം. ബൈക്ക് നമുക്ക് ആവശ്യമില്ല ഗൈസ്. നമ്മളങ്ങനെ മറ്റ് സൈക്കിളെല്ലാം അടിച്ച് മാറ്റിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയിൽ കയറിയിട്ട് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. എന്നിട്ട് വേണം നമ്മുടെ ജബ്ബാറിനെ വിളിച്ചിട്ട് ഈ സൈക്കിളുകളെല്ലാം നമുക്ക് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ. അതിനു മുമ്പായിട്ട് നമുക്ക് ഇത് കൊടുക്കണം ഗൈസ്. നമുക്ക് എന്തായാലും ജബ്ബാറിന് നമ്പറൊക്കെ ടൈപ്പ് ചെയ്യാണ് ഗൈസ്. ഹലോ ജബ്ബാറെ, പെട്ടെന്ന് വാടാ, സൈക്കിൾ അടിച്ചു മാറ്റി. ഓക്കെ ഡാ, പിന്നെ നീ വണ്ടി എടുത്തോണ്ട് പൊക്കോടാ. ഓ ശരിയാടാ, ഞാൻ വണ്ടിയൊക്കെ എടുത്തോണ്ട് പോ. പിന്നെ നീ ഒന്ന് സൂക്ഷിക്കണം കേട്ടാ, പോലീസ് നിന്നെ തിരക്കി നടക്കുക. ഓ ശരിയാടാ, നീ വണ്ടി എടുത്തോണ്ട് പൊക്കോ ഗൈസ്. ഇപ്പം നമ്മൾ അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവനെ പറഞ്ഞു വിടാം. നീ പൊക്കോടാ, പോടാ ഗൈസ്. ഇപ്പം അവനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും വീട്ടിനകത്ത് കയറി ഇരിക്കാം. അതിനു മുമ്പായിട്ട് ആരും വിളിക്കുന്നു ഗൈസ്. എന്തായാലും നമുക്കൊന്ന് എടുത്തു നോക്കാം ഗൈസ്. നമ്മളെ ജബ്ബാറായിരുന്നു നമ്മളെ വിളിച്ചത്. എന്താന്ന് വെച്ചാൽ നീ പെട്ടെന്ന് നാട് വിട്ടോന്നാണ് പറയുന്നത്. എന്താന്ന് വെച്ചാൽ പോലീസൊക്കെ വരുമെന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കോർപ്പിയോൻ്റെ കാറും എടുത്ത് നമുക്ക് നാട് വിടാം ഗൈസ്. ഇവിടെ ഇന്നാ പണി പാളും. എന്തായാലും നമുക്ക് വണ്ടി എടുത്തിട്ടുണ്ട്. പറഞ്ഞില്ല, അതിന് മുമ്പേ നമ്മളെ പോലീസൊക്കെ വരാൻ തുടങ്ങി ഗൈസ്. നമ്മളെ എന്താ ചെയ്യുമെന്ന് പറയാനാ ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, നമുക്ക് നാട് വിട്ടേ പറ്റൂ. ഈ പോലീസുകാരൻ ഇരിക്കല്ലേ. സാറേ വഴിന്ന് മാറും സാറേ, ഇപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിന് പോവയാ അപ്പോഴാ വണ്ടിയിൽ. സാറിൻ്റെയൊക്കെ കാര്യം. സാർ മാറി നിൽക്ക് സാറേ. എന്തുവാ സാറേ ഈ സാറന്മാരെ കാര്യം. ഗൈസ് നമ്മളങ്ങനെ കുറേ ദൂരം കടന്ന് നമ്മൾ ഇവിടെ ഒരു ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ കൂട്ടുകാരൻ അറേഞ്ച് ചെയ്ത് തന്നെയാണ്. ഇവിടെ നമുക്ക് ഒരു ബൈക്കൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളെ ആരോ വിളിക്കുന്നുണ്ട് ഗൈസ്. ആരാണെന്ന് അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് കോൾ എടുത്തു നോക്കാം. ഗൈസ് നമ്മുടെ ജബ്ബാറായിരുന്നു വിളിച്ചത്. നമ്മുടെ കയ്യിൽ കിടന്ന ആ ലോറി അവൻ്റെ വീട്ടിൽ പോയിട്ട് പോലീസുകാർ അടിച്ചു മാറ്റിയെന്നാണ് പറയുന്നത്. എന്തായാലും ആ ലോറി നമ്മൾ വിട്ടുകൊടുക്കരുത്.
ഗൈസ് അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ കസ്റ്റഡിയിലാണ് കിടക്കുന്നത്. നമുക്ക് എന്തായാലും രാത്രിയായിട്ട് അങ്ങോട്ട് പോവാം ഗൈസ്. ഗൈസ് ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്, എന്തായാലും നമ്മുടെ സ്കോർപിയോയും എടുത്ത് നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചു പോകാം. ഇവിടെ നിൽക്കണ്ട. നമ്മളിപ്പം അല്ലമിൻ്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് നമ്മുടെ നാട്ടിലോട്ട് പോവാം ഗൈസ്. എന്താ ഇത് ഗൈസ്, ഇപ്പോൾ കുറേ ദൂരമുണ്ട് നമ്മളെ നാടെത്താൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മൾ ഡ്രൈവ് ചെയ്ത് നമ്മളെ നാട്ടിലെത്തും. ചേട്ടാ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. എന്തായാലും കുറേ ദൂരമായിരുന്നു. നമുക്കിനി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം. ഇവിടെ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തിയിട്ടുണ്ട്. 3 പോലീസ് വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നമ്മളെ ലോറി ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. നമ്മളെ വണ്ടി ഇവിടെ ഒതുക്കി ഇരുത്തിയിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് ഈ വണ്ടി എടുത്ത് അതിനകത്ത് കിട്ടിയിട്ട് നമുക്ക് പോകാം ഗൈസ്. നമ്മളങ്ങനെ വണ്ടിയെല്ലാം അടിച്ച് മാറ്റി നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ കളറൊക്കെ പോയി. അങ്ങനെ നമ്മൾ കളർ അടിച്ചു ഗൈസ്. നമുക്കെന്തായാലും ഇവിടെ വണ്ടി ഒതുക്കി നിർത്താം. ഇപ്പോൾ ഒരുപാട് ക്ഷീണിച്ചു ഗൈസ്. നമുക്കെന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഗൈസ്. നമുക്കെന്തായാലും വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങാം ഗൈസ്.